വലിയൊരു വിജയത്തിൻ്റെ കഥയിലേക്ക്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുണ്ടായ വാഹനാപകടത്തിൽ വലത് കൈ നഷ്ടപ്പെട്ടിട്ടും നിശ്ചയദാർഢ്യത്തോടെ പൊരുതിയാണ് പാർവതി സിവിൽ സർവീസസ് പരീക്ഷ വിജയിച്ചത്. അപകടത്തിന് ശേഷം ഇടത് കൈകൊണ്ടാണ് പാർവതി പരീക്ഷ എഴുതിയത്. 282ാം റാങ്കാണെങ്കിലും ഭിന്നശേഷി വിഭാഗത്തിലായതുകൊണ്ട് IAS കിട്ടുമെന്നാണ് പ്രതീക്ഷ. 2010-ലുണ്ടായ വാഹനാപകടത്തിലാണ് അമ്പലപ്പുഴ സ്വദേശിയായ പാർവതിക്ക് വലതുകൈ നഷ്ടമായത്. പിന്നീട് കൃത്രിമ കൈ വെച്ചുപിടിപ്പിച്ച് ഇടതുകൈ കൊണ്ട് എഴുതി ശീലിച്ചു. ഇടത് കൈകൊണ്ട് എഴുതിയ പരീക്ഷയിലാണ് ഇപ്പോൾ ഈ വിജയം. ജീവിതത്തിൽ പാർവതി പഠിച്ച പാഠം നിശ്ചയദാർഢ്യത്തെ ഒന്നിനും തോൽപ്പിക്കാനാവില്ല എന്നതാണ്. ലിസ്റ്റിലൊരു പേര് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഇത്ര നല്ല റാങ്ക് പ്രതീക്ഷിച്ചില്ല. പിന്നെ വളരെയധികം ആശ്വാസമുണ്ട് ഇനി എഴുതണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ. ഇതെൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റാണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ പ്രിലിമിനറി പാസ്സായിട്ടില്ല. സെക്കൻഡ് അറ്റംപ്റ്റിൽ പ്രിലിമിനറി പാസ്സായി, മെയിൻസ് പാസ്സായി, ഇൻ്റർവ്യൂ കൊടുത്ത് ഇപ്പോൾ ലിസ്റ്റിൽ പേര് വന്നു. 1 മുതൽ +2 വരെ സർക്കാർ സ്കൂളിലാണ് പാർവതി പഠിച്ചത്. LLB പൂർത്തിയാക്കി എൻറോൾ ചെയ്ത ശേഷമാണ് സിവിൽ സർവീസസ് പരിശീലനത്തിലേക്ക് എത്തിയത്. തുടക്കം തൊട്ട് തന്നെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാം എന്നെ ഒന്നിനും പിന്നോട്ട് നിർത്തിയില്ല. എനിക്ക് പറ്റും, മറ്റുള്ളവരിൽ നിന്ന് ഞാൻ വ്യത്യസ്തയല്ല എന്ന് എൻ്റെ ചുറ്റും നിന്നവരെന്നെ മനസ്സിലാക്കി തന്നു. അപ്പോൾ ഞാൻ ഹോപ്പ് കൈവിട്ടില്ല, പ്രതീക്ഷ കൈവിട്ടില്ല എന്നുള്ളതാണ് കാര്യം. പിതാവ് ഗോപകുമാർ ആലപ്പുഴ കളക്ടറേറ്റിലെ ഡെപ്യൂട്ടി തഹസിൽദാറാണ്. മാതാവ് ശ്രീകല കാക്കാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയും. 24 ആലപ്പുഴ. അഡ്വക്കേറ്റ് പാർവതിക്ക് എല്ലാവിധമായ ആശംസകളും. സിവിൽ സർവീസിൽ വലിയ ഉയരങ്ങളിലെത്തട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു.